മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും അറിയാനുള്ള ആഗ്രഹങ്ങളുടെയും ഫലമായി നമ്മൾ ഇന്ന് ബഹിരാകാശത്ത് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ഭൂമിയുടെ ഉൾഭാഗം. ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാമെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കും താഴെ എന്താണുള്ളതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ കാണണമെങ്കിൽ ഭൂമിയുടെ മധ്യത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കണം. ഇങ്ങനെ ശാസ്ത്രജ്ഞരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു തുരങ്കമാണ് റഷ്യയിലെ കോല എന്ന അർദ്ധദ്വീപിലുള്ള ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഗർത്തമായ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. പാതാളത്തിലേക്കുള്ള വഴി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഗർത്തത്തിൽ നിന്നും കണ്ടെത്തിയ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിക്കടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന കൗതുകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഭൂമിക്കടിയിലേക്ക് കഴിയുന്നത്ര ആഴത്തിൽ കുഴികൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നടത്തപ്പെടുന്ന ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അപ്രതീക്ഷിതമായ പലതും കണ്ടെത്താറുണ്ട്. ഇതിനുദാഹരണമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ ചേർന്ന് നോർത്ത് അമേരിക്കയിൽ നിന്നും കണ്ടെത്തിയ 250 കോടി വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു മഹാസമുദ്രത്തിൻ്റെ തെളിവുകൾ. ഇത്തരത്തിൽ ഭൂമിയെയും അതിൻ്റെ ചരിത്രത്തിനെയും കുറിച്ച് മനസ്സിലാക്കാൻ നടത്തിയ ശാസ്ത്ര ഗവേഷണത്തിൻ്റെ അനന്തരഫലമാണ് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. 1970 മെയ് 24 ശീതയുദ്ധം നടക്കുന്ന കാലത്താണ് ഈ ഗർത്തം കുഴിക്കാൻ ആരംഭിക്കുന്നത്. 1957 അമേരിക്ക ഇത്തരമൊരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ അവർക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനാലാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ റഷ്യ ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഭൂമിയുടെ രണ്ടാമത്തെ പാളിയായ മാൻഡിൽ വഴി കുഴിച്ച് അവിടെ നിന്നും സാമ്പിൾസ് ശേഖരിക്കുക, ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയായ ക്രസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നിവയായിരുന്നു കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശങ്ങൾ. 1970 ഈ ഗർത്തം കുഴിക്കാൻ ആരംഭിച്ചെങ്കിലും അന്നത്തെ സാങ്കേതിക വിദ്യകളുടെ പരിമിതികൾ ഉൾപ്പെടെ ഒട്ടനേകം വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായി വന്നു. അന്നത്തെ എണ്ണഖനികളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മികച്ച ഡ്രില്ലിംഗ് മെഷീനാണ് അവർ ആദ്യം ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് സ്വന്തമായി ഒരു കൂറ്റൻ ഡ്രില്ലിംഗ് മെഷീൻ തന്നെ അവർക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. ഇങ്ങനെ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതി മുന്നേറുന്ന സമയത്ത് 1972 ഒക്ലഹോമയിലെ ഒരു എണ്ണ ഖനന കേന്ദ്രത്തിൽ 9583 മീറ്റർ ആഴത്തിൽ അമേരിക്ക ഒരു ഗർത്തമുണ്ടാക്കി. അന്നുള്ളതിൽ വെച്ച് ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ആഴമേറിയ ഗർത്തമായിരുന്നു അത്. അങ്ങനെ ആ വേൾഡ് റെക്കോർഡ് അമേരിക്ക സ്വന്തമാക്കി. അപ്പോൾ റഷ്യ ഏതാണ്ട് 7000 മീറ്റർ ആഴത്തിൽ വരെ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെ വലിയ തടസ്സങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ലെങ്കിലും 7000 മീറ്ററിന് ശേഷം താഴേക്ക് വലിയ കട്ടിയുള്ള പാറകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡ്രില്ലിംഗ് മെഷീൻ 1974 അവർ സ്വന്തമായി നിർമ്മിക്കുന്നത്. അങ്ങനെ കുഴിച്ച് 1979 അമേരിക്കയുടെ വേൾഡ് റെക്കോർഡായ 9583 മീറ്റർ ആഴവും കടന്ന് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. 1982 ഇത് 11662 മീറ്റർ ആഴത്തിലേക്ക് എത്തിയെങ്കിലും യന്ത്ര തകരാറ് മൂലം അവർക്ക് കൂടുതൽ ആഴത്തിലേക്ക് പിന്നീട് കുഴിക്കാനായില്ല. പിന്നീട് 1983 ആ ഗർത്തത്തിന് മുകളിൽ ഏകദേശം 9300 മീറ്റർ ആഴത്തിൽ നിന്നും അവർ മറ്റൊരു പാതയിലൂടെ വീണ്ടും താഴേക്ക് കുഴിക്കാൻ ആരംഭിച്ചു. അത് ക്രമേണ 12000 മീറ്റർ കടന്നെങ്കിലും പല കാരണങ്ങളാൽ പിന്നീട് ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് ഇത് നിർത്തിവെക്കേണ്ടതായി വന്നു. ശേഷം 1984 വീണ്ടും ഡ്രില്ലിംഗ് ആരംഭിച്ചെങ്കിലും ഡ്രില്ലറിൻ്റെ വലിയൊരു പൈപ്പ് പൊട്ടി അത് ആ കുഴിയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ 2 വർഷത്തോളം കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതി മുടക്കം വന്നു. 1986 അവർ വീണ്ടും കുഴിക്കാൻ ആരംഭിച്ചെങ്കിലും ഗർത്തത്തിന് മുകളിൽ ഏകദേശം 7000 മീറ്റർ ആഴത്തിൽ നിന്നും അവർക്ക്
പുതിയൊരു പാതയിലൂടെ കുഴിക്കേണ്ടതായി വന്നു. എന്തായാലും 1989 ഈ മൂന്നാമത്തെ കുഴി 12,262 മീറ്റർ ആഴത്തിലെത്തി വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. ആഴക്കടലിലെ ഏറ്റവും ആഴമേറിയ മാരിയാന ട്രഞ്ചിന് പോലും 11,034 മീറ്റർ ആഴമേ ഉള്ളൂ എന്നത് ലോകത്തിനു മുന്നിൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിനെ ഒരു അത്ഭുതമാക്കി മാറ്റി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ 12 കിലോമീറ്ററിൽ കൂടുതൽ ആഴമുള്ള ഈ ഗർത്തത്തിൻ്റെ വീതി വെറും 23 സെൻറ്റിമീറ്റർ മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും വീണ്ടും 2 തവണ കൂടി കൂടുതൽ താഴ്ചയിലേക്ക് അവർ ഡ്രിൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ 1994 അവർ ഡ്രില്ലിംഗ് പൂർണ്ണമായി അവസാനിപ്പിച്ചു. 12,000 മീറ്റർ ആഴത്തിൽ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടായിരിക്കുമെന്ന് അവർ കരുതിയെങ്കിലും 180 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രയും വലിയ ചൂടിൽ നിന്നും ആഴങ്ങളിലേക്ക് കുഴിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയതുമായ കാര്യമായതിനാലാണ് അവർ ആ പദ്ധതി ഉപേക്ഷിച്ചത്. കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതിയിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഭൂമിയുടെ ഏറ്റവും മുകൾ പാളിയായ ക്രസ്റ്റിനെ അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ് എന്നിങ്ങനെ വീണ്ടും 2 പാളികളായി തിരിക്കാം. അപ്പർ ക്രസ്റ്റിൻ്റെ ഭാഗം 12 കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ വരെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 2, ഈ കുഴിയുടെ അടിഭാഗത്തായി ജലമുണ്ടായിരുന്നു. എന്നാൽ മുകളിലെ കട്ടിയുള്ള പാറകൾ കാരണം ധാതുക്കളിൽ നിന്ന് ഉത്ഭവിച്ച ഈ ജലത്തിന് ഉപരിതലത്തിലേക്ക് വരാൻ കഴിയില്ല. 3, 200 കോടി വർഷങ്ങൾ പഴക്കമുള്ള 24ഓളം വൈവിധ്യമാർന്ന സൂക്ഷ്മ ജീവജാലങ്ങളുടെ ഫോസിൽസ് ഈ ഗർത്തത്തിൻ്റെ 6,200 മീറ്റർ ആഴത്തിൽ നിന്നും കണ്ടെത്തി. ഭൂമിയുടെ 6 കിലോമീറ്റർ ആഴത്തിൽ നിന്നും ഈ ഫോസിലുകൾ കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ച ഒന്നായിരുന്നു. 4, ഉപരിതലത്തിൽ നിന്നും കുഴിക്കുന്ന സമയത്ത് ഓരോ കിലോമീറ്ററിനും 11 ഡിഗ്രി സെൽഷ്യസ് വീതം താപനില കൂടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ 10 കിലോമീറ്റർ കുഴിക്കുമ്പോൾ 110 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ആക്ച്വലി അവിടെ 160 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉണ്ടായിരുന്നു. 12 കിലോമീറ്റർ എത്തിയപ്പോൾ അത് 150 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. ഭൂമിയുടെ പാളികളിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ ഈ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതിയിലൂടെയാണ് മനസ്സിലാക്കിയത്. 5, ഈ പദ്ധതിയിലൂടെ അപ്രതീക്ഷിതമായി കണ്ടെത്തിയ ഒന്നാണ് ഭൂമിയുടെ 8 കിലോമീറ്ററിനടിയിൽ വലിയ തോതിലുള്ള ഹൈഡ്രജൻ വാതകം ഉണ്ടെന്നുള്ളത്. 1990കളുടെ തുടക്കത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. എന്തായാലും അതികഠിനമായ ചൂടും സമ്മർദ്ദവും മൂലം ഇനിയും കുഴിക്കാൻ വൻതോതിൽ പണം വേണ്ടിവരുമെന്നതിനാലും 1995 ഈ പദ്ധതി അവസാനിപ്പിച്ചു. തുടർന്ന് 2008 അത് മൂടപ്പെട്ടു. ഇന്നും മൂടപ്പെട്ട നിലയിൽ ഈ ഗർത്തം നമുക്ക് കാണാൻ കഴിയും. 1980കളുടെ തുടക്കം മുതൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിനെ കുറിച്ചുള്ള പല കെട്ടുകഥകളും പ്രചരിച്ചിരുന്നു. അതിൽ വളരെ രസകരമായതും ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടതുമായ ഒന്ന് ഇതാണ്. ഈ ഗർത്തം ഏതാണ്ട് 14.5 കിലോമീറ്റർ ആഴത്തിൽ വരെ കുഴിച്ചു ചെന്നപ്പോൾ റഷ്യയിലെ ശാസ്ത്രജ്ഞർക്ക് കാണാൻ കഴിഞ്ഞത് വലിയൊരു ശൂന്യതയാണ്. 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉണ്ടായിരുന്ന അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി വളരെ വലിയ താപനില പോലും താങ്ങാൻ കഴിയുന്ന ഒരു മൈക്രോഫോൺ അവർ ആ ഗർത്തത്തിനുള്ളിലേക്ക് ഇറക്കി. അപ്പോൾ ആ ശൂന്യതയ്ക്കടിയിൽ നിന്നും വന്ന ശബ്ദം എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം അത് മനുഷ്യരുടെ നിലവിളികളായിരുന്നു. അതോടെ അവർ ആ സത്യം മനസ്സിലാക്കി. ആ ശൂന്യതയ്ക്ക് മടിയിൽ നരകമാണ്. അവർ കേട്ട ആ ശബ്ദം നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ. ഇത് കേട്ട പലരും ഭയന്നുപോയി. പക്ഷേ ഇത് സത്യമല്ല. കാരണം നിങ്ങൾ കേട്ട ശബ്ദം 1972 റിലീസ് ചെയ്ത ബാരൻ ബ്ലഡ് എന്ന സിനിമയിലെ പല ശബ്ദങ്ങൾ കമ്പൈൻ ചെയ്തതാണ്. പക്ഷേ ഈ കെട്ടുകഥ ഇപ്പോഴും സത്യമാണെന്ന് പലരും വിശ്വസിക്കുന്നു. ശരിക്കും ഭൂമിയുടെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കുക?
നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിലും കൂടുതൽ കണ്ടെത്തലുകൾ ഇനിയും ഉണ്ടാകുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.